നമസ്കാരം, ഞാൻ നജീബ് കൊടുത്തല. നമ്മളിന്നിവിടെ ഒരു വീഡിയോയിൽ തന്നെ 2 ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അതായത് പുളി ഇഞ്ചിയും ഇഞ്ചിക്കറിയുമാണ്. ആദ്യം നമുക്ക് പുളിയിഞ്ചി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. എങ്കിൽ വീഡിയോയിലേക്ക് പോയാലോ. ബാ, നമ്മൾ ടേബിൾ സ്പൂണും ടീസ്പൂണും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അളവിന് വേണ്ടിയാണ്. പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്, തീ കത്തിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളൊരു 1/4 കിലോ ഇഞ്ചിയുടെ പുളിയിഞ്ചിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഒരു 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് 4 വറ്റൽമുളകും 2 തണ്ട് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഉടനെ തന്നെ നമുക്ക് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. 250 ഗ്രാം ഇഞ്ചിയാണ് നമ്മൾ എടുത്തേക്കണം കേട്ടോ. ഇതേപോലെ നമ്മൾ കൊത്തിയെടുത്തേക്കണം കേട്ടോ. ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയെടുത്തേക്കുവാണേ. നമുക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ പല സ്ഥലത്തും പല വേവായി പോകും. അപ്പോൾ ഇളക്ക് കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ. ഒരു 80% നമുക്ക് ഇഞ്ചി മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളൊരു 10 പച്ചമുളക് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞത് അതുകൂടി ഇട്ടിട്ടുണ്ട്. ഉണ്ടമുളകാണെങ്കിൽ ഒരു 5 എണ്ണമൊക്കെ മതിയാവും. അതിന് എരിവ് കൂടുതലാണ്. ഇത് നമ്മുടെ നീളത്തിലുള്ള മുളകാണ്, അതിന് എരിവ് കുറവാണ്. അതുകൊണ്ടാണ് 10 മുളക് എടുത്തേക്കുന്നത് കേട്ടോ. ഇപ്പോൾ പച്ചമുളകിൻ്റെ കളറ് വ്യത്യാസം വന്നൊരു വൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ പരുവം. പച്ചമുളക് ഇട്ട് കഴിയുമ്പോൾ ഈ കളർ വരും, വൈറ്റ് വേണ്ട. അപ്പോൾ പച്ചമുളകും സെറ്റായിരുന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി അതും കൂടിയിട്ട് നമുക്കൊന്ന് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വറുക്കാം. ഇനി നമുക്കിതിലേക്ക് വാളംപുളി പിഴിഞ്ഞത്, അതായത് ഒരു 50 ഗ്രാം, ഒരു ഉണ്ട എടുത്തിട്ടുണ്ട്. 50 ഗ്രാമാണത്. ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കല്ലുപ്പൊടി ചേർക്കാം. നമുക്ക് ഓൾറെഡി പുളിക്ക് ഉപ്പുണ്ടാകും കേട്ടോ, അപ്പോൾ അതനുസരിച്ച് ഉപ്പ് ഇടാൻ പാടുള്ളൂ. നമുക്കതിലേക്ക് ഇത് ടേബിൾ സ്പൂണാണ് കേട്ടോ, ഒരു 4 ടേബിൾ സ്പൂൺ ശർക്കര കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, ശർക്കര പൊടിച്ചതേ. ഇതിൻ്റെ കൂട്ടെല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യത്തിന് വറ്റിച്ചെടുക്കാം. ലേശം വെള്ളം മുമ്പിൽ വെച്ചിട്ട് നമ്മൾ അത് വറ്റിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കളറും ഒക്കെ കിട്ടും കേട്ടോ. പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, പല ആൾക്കാരും പല റെസിപ്പിയാണ്, ഇത് നമ്മുടെ റെസിപ്പി. അപ്പോൾ നമ്മുടെ പരുവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവേ. അങ്ങനെ നമ്മുടെ പുളിയിഞ്ചി റെഡിയായി. പുളിയിഞ്ചിയിൽ ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, എല്ലാ കൂട്ടും ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പിട്ടാൽ മതി. കാരണം പുളിയിൽ ഉപ്പുള്ളത് കൊണ്ട് നമുക്ക് ലേശം ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പുളിയിഞ്ചിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നമുക്ക് പുളിയിഞ്ചി നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. പുളിയിഞ്ചിയുടെ ആ ഒരു ടേസ്റ്റ് എന്ന് വെച്ചാൽ, ഫസ്റ്റ് ആ പുളിയും, 2ാമത് മധുരം, 3ാമത് എരിവ്, ആ ഒരു ടേസ്റ്റ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ പുളിയിഞ്ചിയുടെ വീഡിയോ കഴിഞ്ഞു. ഇനി നമുക്ക് ഇഞ്ചിക്കറിയുടെ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ഇഞ്ചിക്കറിയാണ്. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് 3, 4, 5, 6, ഒരു 7 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ കേട്ടോ.
അതിലേക്ക് നമ്മൾ വട്ടത്തിലരിഞ്ഞ 250 ഗ്രാം ഇഞ്ചി കേട്ടോ. ഇത് ഫ്രൈ ചെയ്ത് കോരി എടുക്കുമല്ല കേട്ടോ. നമ്മളപ്പോൾ എണ്ണ കുറച്ച് വറുത്തിങ്ങനെ എടുക്കുവാണ്. ഇങ്ങനെ വറുത്താണ് എടുക്കുന്നത്. ഒരു 60% ഇഞ്ചി മൂത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു അരമുറി തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തീ ഓഫ് ചെയ്തിട്ട് പൊടികളിടാം കേട്ടോ. തീ ഓഫ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ ഇഞ്ചിക്കറിയുടെ ടേസ്റ്റൊക്കെ മാറിപ്പോകും. പൊടികൾ ചെറിയ ചൂട് മതിയല്ലോ ഒന്ന് മുക്കാനായിട്ട്. തേങ്ങയും ഇഞ്ചിയും നമ്മുടെ പരുവത്തിലായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിനി ഇത് കോരിയെടുക്കാം. ഇത് നമുക്കിനി അരച്ചുകൊണ്ട് വരാം. അതായത് നന്നായിട്ട് അരഞ്ഞു പോകാൻ പാടില്ല. ഒരു തരി രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഒരു കഴിക്കുമ്പോൾ ഒരു തരി ഉണ്ടാവണം, ആ ഒരു രീതിയിൽ കേട്ടോ. വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും തേങ്ങായും ഒക്കെ കൂടി നമ്മളൊന്ന് നന്നായിട്ട് ഒതുക്കിയെടുത്തിട്ടുണ്ട്. തരി പോലെ ഒതുക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളം തൊടാതെ തന്നെ മിക്സി റിട്ടേനൊന്ന് കറക്കി ഒരു 5-6 പ്രാവശ്യം കറക്കി കഴിയുമ്പോൾ ഇതേപോലെ ആവും. ഇനി അതിലേക്ക് നമുക്കൊരു 2.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം, വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 10 പച്ചമുളകും 5 വറ്റൽമുളകും 2 തണ്ട് വേപ്പിലയും കൂടി ഇടാം. തീ കുറച്ച് വയ്ക്കാം. ഒരു 3-4 ദിവസം മുന്നേ ഇഞ്ചിക്കറിയും പുളിയിഞ്ചിയൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഓണത്തിന് എല്ലാം കൂടി വരുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കുമല്ലോ, ധൃതിയായിരിക്കും. അപ്പോൾ സമാധാനമായിട്ട് നമുക്ക് ഓണത്തിന് അപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാം. ഈ കേടായി പോവാത്ത കറികളൊക്കെ നേരത്തെ റെഡിയാക്കി വെക്കുക. ഇനി നമുക്കിതിലേക്ക് 50 ഗ്രാം പുളിവെള്ളം, ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ശർക്കര പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്തിട്ടുണ്ടേ. ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ ഒതുക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി, തേങ്ങ, പൊടി ഐറ്റംസൊക്കെ, എല്ലാ പൊടികളും ഇതിൻ്റെ അകത്ത് നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യണം കേട്ടോ. ഓക്കെ, പുളപ്പൻ സാധനം കേട്ടോ. നമുക്ക് ഇഞ്ചിക്കറി ഇതിലേക്ക് ഇങ്ങനെ പകർത്താം. നമ്മുടെ പുളിയിഞ്ചിയും ഇഞ്ചിക്കറിയും റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. പുളിയിഞ്ചിയുടെ കളർ ഭയങ്കര ഡാർക്കാണ്, ഇതൊരു ലൈറ്റായിട്ടുള്ള കളറാണ്. പൊളി. രണ്ടും വ്യത്യസ്ത
ടേസ്റ്റാണ്. ഏകദേശമൊക്കെ രണ്ടും ഒരേപോലെയാണ് വെക്കുന്നതെങ്കിലും ഇതിൻ്റെ അകത്ത് തേങ്ങ വറുത്ത് ചേർക്കുന്നതാണ്. പക്ഷേ ടേസ്റ്റ് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇഞ്ചിക്കറിക്ക് വേറൊരു ആ ഇഞ്ചിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് നല്ല പൊളപ്പ സാധനമാണ്. അപ്പം ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.